ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സേതുവിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് പൂർണിമ മാധവൻ്റെ കയ്യിലേക്ക് ഒരു പൊതിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ മകനെ ഓർത്ത് ആ അച്ഛൻ അവിടെ വിഷമിച്ചിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി. നമ്മുടെ സേതു കൂട്ടുകാരും ഒത്തതേ അവിടെ ക്ലബിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാധവനും അതുപോലെ ഫ്രണ്ടും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴേക്ക് ഇവരെ കൂട്ടുകാർ കണ്ടു. അവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. പക്ഷേ സേതു ഇവരെ കാണുന്നില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാധവൻ പുറകിൽ നിൽക്കുന്നു. മാധവൻ്റെ കൂടെ വന്ന ആള് സേതുവിൻ്റെ അടുത്ത് ചെന്നു. സേതുവിൻ്റെ അടുത്ത് ചെന്നിട്ട് മോനെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞ കാര്യം പറയും. അപ്പോൾ തനിക്ക് കാണേണ്ടത് ചെന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്താ സേതുവായിട്ട് ഇത് അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ കൂട്ടുകാർ പറയുന്നത് കേട്ടപ്പോൾ അച്ഛൻ എടാ ജനിപ്പിക്കുന്നതിലല്ലടാ, മക്കളുടെ കാര്യങ്ങൾ നോക്കി മക്കളുടെ കൂടെ നിൽക്കുന്നവനായിരിക്കണം അച്ഛനെന്ന് നമ്മുടെ സേതു അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അന്നേരം ആർക്കും ഒന്നും പറയാനില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നോക്കുക. ഭാര്യയും മോനെയും ഒഴിവാക്കി പണം കായ്ക്കുന്നവരുടെ പുറകെ പോകുന്നവനെ അച്ഛനായിട്ട് കൂട്ടാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാണെന്ന് പറഞ്ഞപ്പോഴേക്കും മോനെ എന്നും പറഞ്ഞു പിന്നിൽ നിന്നൊരു വിളി. ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ട്. അതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. അതിനൊക്കെ ഞാൻ തയ്യാറാ. പറ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് സേതു ചോദിച്ചു. എനിക്ക് വേണ്ടത് എൻ്റെ അമ്മയാണെന്നും സേതു പറഞ്ഞു. അതിന് പകരമാവില്ല നിങ്ങൾ തരുന്ന മറ്റൊന്നും. അതും പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ മാധവൻ്റെ മുന്നിൽ നിൽക്കുന്നു. സേതുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ മാധവനോ അല്ലെങ്കിൽ ആ കൂടെ നിൽക്കുന്ന ആർക്കും കഴിയുന്നില്ലേ. സേതു അങ്ങനെ തൻ്റെ മനസ്സിൽ ആ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കുവാണ്. പൊല്ലുമടത്തിലെ മാധവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടായിരിക്കും. പക്ഷേ പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ചിലതുണ്ട്. ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് എനിക്ക് വേണ്ടത്. അതെനിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ എനിക്ക് തന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നു. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു പ്രായശ്ചിത്തം ചെയ്യാനായിട്ട്. നാണമില്ലേ നിങ്ങൾക്ക്? കുറുപ്പമാവാ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. കാണാൻ ആഗ്രഹമില്ലാത്തവരെ കണ്ടാലേ ചിലപ്പോൾ എന്നെ നിയന്ത്രണം വിട്ടു പോയെന്നിരിക്കും. അതുകൊണ്ട് വിളിച്ചോണ്ട് പോകാൻ പറയുമ്പോൾ സേതു മോനെ നീ ഇങ്ങനെ ഓരോന്ന് പറയരുതെന്നും മാധവൻ അത് സങ്കടമാകുമെന്നും കുറുപ്പമാവൻ പറയുമ്പം സങ്കടമാവണം, ഇയാൾ സങ്കടപ്പെടുന്നതാ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു. കുറുപ്പേ വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ കൊണ്ടുവന്ന സാധനമൊക്കെ നമ്മുടെ സേതു വലിച്ചങ്ങ് എറിഞ്ഞു. സേതുവിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛൻ തന്നെയാണ് മോൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ബോംബോ പറ്റുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സേതു അത് മേടിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്നത്. അങ്ങനെ സേതു അതും മേടിച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അച്ഛന് പറയാനുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് മുഴുവൻ അച്ഛൻ്റെ കാൽച്ചോട്ടിലാണ് ചെന്ന് വീണത്. സേതുവിൻ്റെ ഉള്ളിൽ ആ പക അല്ലെങ്കിൽ ഉള്ളിലെ ആ ഒരു ദേഷ്യം അത് മുഴുവൻ ആ ഒരു കൊടുത്ത സാധനം വലിച്ചെറിഞ്ഞതിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സേതുവിന് പറ്റിയൊരു ഡ്രസ്സ് പൂർണിമ മേടിച്ചതായിരുന്നു. പക്ഷേ അത് സേതു സ്വീകരിച്ചില്ല. അത് മാധവനും എടുത്തില്ല. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സേതുവായിട്ട് ഈ കാണിച്ചതെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന സാധനം ആ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു കരുക്കളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ സേതു അങ്ങ് പോയി. സേതു പോകുന്നത് നോക്കി കൂട്ടുകാരിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് മാധവൻ വീട്ടിൽ ചെന്ന് സേതു പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുക. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് അങ്ങനെ പലതും നമ്മുടെ മാധവൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് മാനസികമായിട്ട് തളർന്നിരിക്കുന്നു. ആ ഒരു സംസാരം മാധവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് അവിടെ മക്കൾ അടുക്കളയിൽ നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ദേ പേജിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പുതിയ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി ആശാത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനുജത്തി അങ്ങോട്ടേക്ക് വന്നത്. ഇതിൽ കൈയിട്ട് വരാൻ നോക്കുന്നത്. ദേ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിന്ന് തൊട്ടു പോയേക്കരുത്. അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാക്കുന്നൊന്നും വായി വയ്ക്കാൻ കൊള്ളിൽ എന്നും പറഞ്ഞ അനിയത്തി ഇങ്ങനെ പറയുമ്പോൾ ദേ എൻ്റെ പാചകത്തെ പറ്റി വല്ല കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഒരു ഇടിഞ്ഞം വെച്ച് തരും. അപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും കൂടി ഇടിയും ബഹളവും ചേച്ചി ചോദിച്ചപ്പം ഇത് കണ്ടോ ചേച്ചി, ഇവള് വെറുതെ എന്നെ കളിയാക്കുക ദേവി ചേച്ചി, ഇതിൽ നിന്ന് നിനക്ക് തുള്ളി പോലും തരില്ല എന്ന് ചേച്ചി അനിയത്തിയോട് പറയുമ്പോൾ എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തുകൊണ്ട് അവരോടി. അവർ രണ്ടുപേരും കൂടെ ഓടുമ്പോൾ മാധവൻ്റെ അടുത്തേക്ക് ചെന്നു. മാധവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത് കണ്ടോ അച്ഛാ, ഇവളോട് ഇത് പറയാൻ പറഞ്ഞു. അപ്പോൾ കൊടുക്കാനായിട്ട് അച്ഛൻ ഇളയ മോളോട് പറയാം. അച്ഛൻ പറഞ്ഞത് കൊണ്ട് അതങ്ങ് കൊടുത്തു. എന്നിട്ട് ഇവരകത്തേക്ക് കയറി പോകുമ്പം അതെ മര്യാദയ്ക്ക് എനിക്ക് പായസം തന്നു, അല്ലെങ്കിൽ പഴയ ലൈനിൻ്റെ കാര്യം ഞാൻ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പറയും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും പൂർണിമയും അങ്ങോട്ട് ഇറങ്ങി വരുന്നു. പൂർണിമയും ഇറങ്ങി വന്നപ്പോഴേക്കും മിണ്ടാതിരിക്കടി അമ്മ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പതുക്കെ പറയാം. അപ്പോൾ എന്താ ഇവിടെ എന്ന് അമ്മ ഒന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയ പായസം അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞുകൊണ്ട് മക്കൾ പറയണം. എന്നിട്ട് പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക. അച്ഛാ നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്.
അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയെന്നും അച്ഛനൊന്ന് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാധവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മോൾക്ക് അത് ഭയങ്കര സങ്കടമായി. അപ്പോൾ അങ്ങനത്തെ അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടുപേരും കൂടെ പിടിയും വലുത്തവും കൂടി രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഓടി. അപ്പോൾ പൂർണ്ണിമയ്ക്ക് മനസ്സിലായി എന്തോ മാനസിക പ്രശ്നം അയാൾക്കുണ്ടെന്നുള്ളത്. അങ്ങനെ മാധവൻ റൂമിൽ പോയി അവിടെ ചെന്ന് ആ ഒരു ഡയറി എടുത്ത് നോക്കിയിട്ട് അതിലുള്ള ഫോട്ടോ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അതും നമ്മുടെ സേതുവിൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പൂർണ്ണിമ അങ്ങോട്ട് വന്നു. പൂർണ്ണിമ അങ്ങ് വന്നപ്പോഴേക്കും ഇവിടെ ഫോട്ടോയൊക്കെ നോക്കിയിരിക്കുമല്ലേ. പൂർണ്ണിമ എന്നിട്ട് നമ്മുടെ മാധവന് സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്ത് ഇങ്ങനെ തോളയിൽ തട്ടി അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ധൈര്യമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഇത്. അപ്പോൾ സേതുവിൻ്റെ കാര്യത്തിൽ ഒരു അച്ഛനെന്നുള്ള നിലയിൽ ഞാൻ തോറ്റുപോയി പൂർണ്ണിമ എന്ന് മാധവൻ പൂർണ്ണിമയോട് പറയുന്നു. അവനിനി ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല, അതെനിക്കിന്ന് ബോധ്യമായെന്ന് പറഞ്ഞപ്പോൾ മാധവേട്ടൻ സേതുവിനെ കാണാനായി പോയതാണല്ലേ എന്ന് പൂർണ്ണിമ ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. എന്താ അവൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്തു പറയാൻ, അവൻ പറയുന്നതൊക്കെ എൻ്റെ ചങ്കു പറിക്കുന്നത് പോലത്തെ കാര്യങ്ങളാണ്. ഒരർത്ഥത്തിൽ ഞാൻ അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഉരുകുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് അവൻ മാധവേട്ടനോ ഓരോന്ന് പറയുന്നത്. ഇതൊക്കെ മാറും മാധവേട്ടനെ അവൻ സ്നേഹിച്ച് തുടങ്ങും. മകനെ ഒത്തിരി സ്നേഹിക്കുന്ന അച്ഛനാണ് മാധവേട്ടൻ എന്ന് അറിയുമ്പോൾ ഓരോന്ന് പറഞ്ഞതിനും സങ്കടപ്പെടുത്തിയതിനും മാധവേട്ടൻ്റെ കാലിൽ വീണ് അവൻ മാപ്പ് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മാപ്പ് പറയേണ്ടത് അവനല്ല, ഞാനാ. സ്വന്തം മകനെ അച്ഛൻ ജീവിച്ചിരിക്കെ അനാഥനെന്ന രീതിയിൽ തള്ളിവിട്ടവൻ ഞാനല്ലേ എന്ന് മാധവൻ ഭാര്യയോട് ചോദിക്കുന്നു. അവൻ അതിൻ്റെ ദേഷ്യവും അതൊന്നും അവൻ മറക്കില്ല. മരിച്ചാലും അവൻ്റെ ഉള്ളിൽ നിന്ന് പോവാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്നെ വെറുക്കും, അങ്ങേയറ്റം വെറുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയാണ്. പല്ലവി ഇങ്ങനെ ഇരിക്കുന്നു. പല്ലവിയുടെ ഫോണിലേക്ക് അവരാണെങ്കിൽ ഇത് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക വീട്ടിൽ നിന്ന്. അപ്പോൾ പല്ലവി അത് എടുക്കുന്നില്ല. ഈ സമയത്ത് കൂട്ടുകാരി അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പല്ലവിയുടെ ഫോണിലേക്ക് ഇനി അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെയാണ് കോൾ എടുക്കുക, ഇനിയും അവരെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ വേണ്ട എടുക്കണ്ട എന്ന് പല്ലവി അവിടെ നിന്ന് കൂട്ടുകാരിയോട് പറയാം. മോളെ, അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വിഷമിപ്പിക്കരുത്, നീ എവിടെയാണെന്ന് അറിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവരിപ്പോൾ എന്നൊക്കെ കൂട്ടുകാരിയുടെ അമ്മ പറയുമ്പോൾ നീ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കൊടുക്കുന്നു വിളിക്കാനായിട്ട്. അപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അവർ ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു ആ വാതിലിൻ്റെ മുന്നിൽ വന്ന് നിന്നിരുന്നത്. വേറെ ആരുമല്ല, ദേ ഇന്ദ്രനെ കണ്ടപ്പോഴേക്കും അമ്മേ ദേ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി വിളിച്ചു. അപ്പോഴേക്കും അമ്മ ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്ദ്രൻ അവിടെ നിൽക്കുന്നത് കാണുന്നു. ഇന്ദ്രനാണ് ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഇവർക്കും ആകെ ടെൻഷനായി. അതെ, പല്ലവി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, ഞാനവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ലവനായി മാന്യനായ ഒരു വ്യക്തിയായി നിന്ന് സംസാരിക്കുന്നു. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പല്ലവി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കല്ലേ, വേഗം തന്നെ നമ്മുടെ കൂട്ടുകാരി ഫോൺ എടുത്ത് സേതുവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. നീ എന്തൊരു പണിയാ പല്ലവി കാണിച്ചേ, നിന്നെ കാണാതെ അമ്മ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുക. എൻ്റെ പല്ലവി മോളെ വിളിച്ചുകൊണ്ട് വാടാ ഇന്ദ്ര എന്നൊക്കെ എന്നോട് പറഞ്ഞ് അമ്മ അവിടെ കിടന്ന് കരഞ്ഞു പൊളിക്കുക. നമുക്ക് പോകാം വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അയ്യോ, പല്ലവി വരാതിരുന്നാലേ അമ്മയെപ്പോലെ എനിക്കും അത് വലിയ വിഷമാവും കേട്ടോ എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. വാ നമുക്ക് നേരം കളയാതെ ഇപ്പം തന്നെ വീട്ടിലോട്ട് പോകാം, വാടാ വാ പല്ലവി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുന്നു. ദേ, എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ കൂടുതൽ അഭിനയിക്കേണ്ട, നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സ്വഭാവം എന്താണെന്നും എനിക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞപ്പോൾ പല്ലവി നോക്കുന്നില്ല. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ കയ്യിൽ പിടിച്ച് നിർബന്ധിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുക. അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നമ്മളുടെ കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞു വന്നു. അപ്പോൾ മാറടി അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനോട് ദേഷ്യപ്പെടുക. ഇവളെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയാണെന്ന് കരുതി ബലപ്രയോഗത്തിലൂടെ ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കൂട്ടുകാരി പറഞ്ഞു. നിങ്ങളതിന് ശ്രമിച്ച് ഞങ്ങൾക്ക് നിയമത്തിൻ്റെ വഴി തേടേണ്ടി വരുമെന്നൊക്കെ പറയുമ്പം ആഹാ മോൾ എന്ത് വഴി വേണമെങ്കിലും തേടിക്കോ, എന്തായാലും ഇവളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ ഇവരെ വെല്ലുവിളിക്കുമ്പോൾ അതേ വരുന്നത് നമ്മുടെ സേതുവിന്. സേതു അവിടെ ആ സമയത്ത് വരുമെന്ന് ഒരിക്കലും ഇന്ദ്രനോ അല്ലെങ്കിൽ പല്ലവി പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഇന്ദ്രനും പല്ലവിയും അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം പല്ലവിക്ക് രക്ഷകനായിട്ടാണ് നമ്മുടെ സേതു എത്തിയിരിക്കുന്നത്. സേതു ഇങ്ങനെ വന്നു നിൽക്കുന്നു. പല്ലവിയുടെ കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചേക്കും ഇന്ദ്രൻ, കൈവിട്ട് പോകരുതല്ലോ. അപ്പോൾ എന്താ സാറേ ഇത്, പെണ്ണുങ്ങളോടാണ് കയ്യങ്കളി, സാർ കൈ എടുക്കാൻ പറഞ്ഞു. സേതു ഇല്ലെങ്കിലോ എന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പം ഇല്ലെങ്കിൽ നീയേ തൊണ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ മുകളിലോട്ട് നോക്കി പറഞ്ഞിട്ട് സാറിൻ്റെ കൈ ഞാൻ ഇങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ ചിരിച്ചു. നിനക്ക് ഇപ്പോൾ പന്തൽ പണിക്ക് പുറമെ കൊട്ടേഷൻ പണി ഉണ്ടോ എന്ന് ചോദിച്ചു ഇന്ദ്രൻ സേതുവിനോട്.
ന്യായമാണെന്ന എല്ലാ കൊട്ടേഷനും ഈ സേതു എടുക്കുമെന്ന് പറഞ്ഞു. ആ സേതു, ഇവിടെ നീ എടുത്താലേ ചിലപ്പോൾ പൊങ്ങില്ല എന്ന് ഇന്ദ്രൻ സേതുവിനോട് പറയുന്നു. അപ്പൊ വെറുതെ ഒരു മത്സരത്തിന് എന്തിനാ, പല്ലവി അങ്ങ് വിട്ടേക്ക് സാറേ. അപ്പൊ നീ വെറുതെ മുട്ടാൻ നിൽക്കല്ലേ സേതു, കളി മാറുമെന്ന് ഇന്ദ്രൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സേതു ഒരു ചിരി കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് തിരിഞ്ഞിട്ട് ഒരൊറ്റ ഇടി ഇന്ദ്രന്റെ ചെവിക്കൽ തീർത്തങ്ങ് കൊടുത്തു. പല്ലവിയുടെ കയ്യിൽ നിന്ന് അവൻ തന്നെ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ പല്ലവിയെ പിടിച്ച് നമ്മുടെ സേതു പിന്നിലേക്ക് നിർത്തിയിട്ട്, പല്ലവിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ എന്ന് നമ്മുടെ സേതു ചോദിച്ചപ്പം, നീ ഇവളുടെ രക്ഷകനാകാനൊന്നും ശ്രമിക്കല്ലേ സേതു, ഇവളെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ അങ്ങ് വിട്ടുകളെന്ന് തോന്നുന്നില്ല സാറേ. നാട് റോഡിൽ ഈ കുട്ടി നിന്നപ്പോൾ രക്ഷകനായി എത്തിയത് ഞാനാണെന്നും പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ പറയുക. ആ ഒരു ഉത്തരവാദിത്വം എനിക്കിപ്പോഴും ഉണ്ട്. ഇനി അങ്ങോട്ട് എന്നും ഒരു സംരക്ഷകന്റെ വേഷത്തിൽ ഞാൻ കൂടെ തന്നെ കാണുകയും ചെയ്യും നമ്മുടെ സേതു അങ്ങനെ പറഞ്ഞ്. ഇത് കേട്ടപ്പം പറഞ്ഞ് എന്തിനാ ഇങ്ങനെ തലയാട്ടി നിൽക്കുക. അഥവാ എന്നെയും എൻ്റെ വാക്കിനെയും മറികടന്ന് പല്ലവിയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാലേ ഈ സേതുമാധവൻ ആരാണെന്ന് ഇന്ദ്രജിത്ത് അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വന്ന വഴിക്ക് വിട്ടു പൊക്കോളാൻ പറഞ്ഞു സേതു. അതാ ഇന്ദ്രനും എനിക്കും നല്ലതെന്നും പറഞ്ഞു. അപ്പം നീ എത്ര കാലം ഇവളുടെ രക്ഷകനായി തുടരുമെന്ന് എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് സേതു വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായും പല്ലവി മോളെ അവൻ കൂട്ടിക്കൊണ്ട് പോയേനെന്നും പറഞ്ഞ് അങ്ങനെ അവർ പറയുക. അപ്പോഴേക്കും അയാൾ ഇനിയും വരുമേന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ കൂട്ടുകാരും പറഞ്ഞു. പക്ഷേ ഇനി വരാൻ പോകുന്നത് തനിച്ചായിരിക്കില്ല, കൂടെ അയാളുടെ ആൾക്കാരും കാണുമെന്നും പറഞ്ഞു. അപ്പം അവൻ ആരെ കൂട്ടിക്കൊണ്ട് വന്നാലും പല്ലവിയുടെ സമ്മതമില്ലാതെ അവന് പല്ലവിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് സേതു പറയുമ്പോൾ പല്ലവി ഇങ്ങനെ നോക്കി നിൽക്കുമോ. പല്ലവിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. പിന്നെ ഒരു ബലപ്രയോഗത്തിനാണെങ്കിൽ അവൻ്റെ ഭാഗത്ത് മാത്രമല്ല എൻ്റെ ഭാഗത്തും ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനൊരു വാക്കു പറഞ്ഞാൽ അവരിവിടെ എത്തുകയും ചെയ്യും, അവൻ്റെ കഥ കഴിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ സേതു പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട, എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതെനിക്ക് സങ്കടമുള്ള കാര്യമാണെന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി. അപ്പോൾ അത് കേട്ട് സേതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ആലോചിച്ച് നിൽക്കുന്ന സേതു പിന്നെ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും സാരമില്ല, പല്ലവിക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം, ഇത് സേതുവിൻ്റെ വാക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ സേതു അവിടെ നിന്ന് അങ്ങ് പോയി. സേതു അങ്ങ് പോയി കഴിയുമ്പോൾ പല്ലവി ഇങ്ങനെ സേതുവിനെ നോക്കപ്പോൾ സേതുവിൻ്റെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതൽ ഇതൊക്കെ കുറച്ചുകൂടി പൊലിപ്പിച്ചങ്ങ് പറയുവാണ് കൂട്ടുകാരി. അപ്പോഴേക്കും നമ്മുടെ പല്ലവിക്ക് അത് വളരെ സന്തോഷമായി. ആരുമില്ലാത്തവർക്ക് സേതുവണ്ണ നീയേ തുണ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് പല്ലവി ചിരിച്ചോണ്ട് അങ്ങ് പോയിട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി ഇന്ദ്രൻ വീട്ടിൽ ചെന്നു. അപ്പോഴേക്കും അമ്മ ഓടി ഇറങ്ങി വരിക. എന്താടാ, അവളെന്തേടാ, അവൾ വന്നില്ലടാ എന്ന് ചോദിച്ചു. നീ പല്ലവി കണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം കണ്ടു, പല്ലവിയെ മാത്രമല്ല അവനെയും കണ്ടോന്ന് പറഞ്ഞു. ആരെ കണ്ടെന്ന്? ആ സേതു എന്ന് പറയുന്നവനില്ലേ, അവനെയും കണ്ടു. അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കും. അവൻ എന്താ അത് ഇപ്പോൾ അവനാ അവളുടെ രക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലട മോനെ, എന്താന്ന് ചോദിച്ചു. അമ്മ ആ പല്ലവി ഇപ്പോൾ ആ സേതുവിൻ്റെ സംരക്ഷണത്തിലാണെന്നാ പറഞ്ഞത്. നീ എന്നതൊക്കെ ഈ പറയുന്നേ? ഞാൻ അവളെ വിളിക്കാനായിട്ട് ചെന്നപ്പോഴേ അവൻ വന്ന് അവളെ രക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അവളെന്താ അവൻ്റെ കൂടെയാണ് താമസം? ഇപ്പോൾ അല്ല, പക്ഷേ അധികം വൈകാതെ അങ്ങനെ ഒരു കാഴ്ച അമ്മയ്ക്ക് കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ നമ്മൾ മരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയുവാണേ. അപ്പം നമ്മളല്ല മരിക്കേണ്ടത് അവനാ, ആ സേതു അവനാ മരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇന്ദ്രൻ. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ ആകെ വല്ലാണ്ടായി നിൽക്കുക. നോക്കട്ടെ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്, അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനിയും പല്ലവിക്ക് വേണ്ടി അവൻ ശബ്ദമുയർത്തിയാൽ അവനെ പന്തലു പണിക്ക് പരലോകത്തേക്ക് ഞാൻ അയക്കുമെന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പം, നീ വണ്ടി അടിക്കും ഇന്ദ്ര, എനിക്ക് അയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആരെയാണെന്ന് ചോദിച്ചാൽ അനുജൻ. സേതുവിനെയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അയാളെ ആ മുകുന്ദമാഷിനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഈ സമയത്ത് രാത്രി അവരുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതോ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. കൈയൊക്കെ കൊട്ടി ഏതോണ്ട് വലിയ ആളായിക്കൊണ്ടാണ് ഇവരങ്ങ് കയറി ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾ പാവം പേടിച്ച് പോയിട്ടോ. കൊള്ളാം മാഷേ, കൊള്ളാം, നിങ്ങളിവിടെ സുഭിക്ഷമായി ഭക്ഷണവും കഴിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പച്ച വെള്ളം കുടിക്കാൻ പോലും തോന്നുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയുമ്പോൾ ഇവരാകെ വിഷമിച്ചിരിക്കാം. അത്രയ്ക്ക് നാണക്കേടും അപമാനമാണ് നിങ്ങളുടെ മോള് ഞങ്ങളുടെ കുടുംബത്തിന് വരുത്തി വെച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാജലക്ഷ്മിയോട് പറഞ്ഞല്ലോ, ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല, ഒരർത്ഥത്തിൽ അവളുടെ പെരുമാറ്റത്തിൽ നിങ്ങളെക്കാൾ സങ്കടത്തിലാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അത് കഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പറയുന്നു. അത് കേട്ടപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് പോയി കൈ കഴുകുന്നു. ഇന്ദ്രനാണെങ്കിൽ ഒന്നും അല്ലാത്ത പോലെ നിൽക്കുക. അല്ല
മോൾ എവിടെ ഉണ്ടെന്ന് മറ്റും അറിഞ്ഞു എന്ന് ചോദിച്ചപ്പം ഇല്ലാന്ന് പറഞ്ഞു അവര്. എന്നാലേ ഞങ്ങൾ അറിഞ്ഞു, അവളെ ആ സേതു എന്ന് പറയുന്നവരുടെ കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ ദേ എൻ്റെ മോളെ പറ്റി അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ പറഞ്ഞത് സത്യവാ, നിങ്ങളുടെ മോളെ ഇപ്പം സേതു എന്ന് പറയുന്ന ആ പന്തൽ പണിക്കാരൻ്റെ കൂടെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണേ. ഇവർ ഞെട്ടി. സംശയം ഉണ്ടെങ്കിലേ നിങ്ങളെ രേഖ ടീച്ചറിൻ്റെ വീട്ടിലൊന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. മോൾക്ക് കാവലായി അവൻ അവിടെ വട്ടം ചുറ്റി നിൽക്കുന്നത് കാണാം എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് അച്ഛൻ ഇങ്ങനെ വല്ലാതെയായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോളും അവളും നിങ്ങളും എല്ലാം കൂടി ചേർന്ന് ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കാൻ ഇറങ്ങിയാലേ തന്തയെയും മക്കളെയും തുറച്ചു കളയും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ഇവർ വിഷമിച്ച് നിൽക്കുമല്ലേ. ഇവനാണെങ്കിൽ കയറി അങ്ങ് പോകുക. ദേ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് മോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ താക്കീത് കൊടുക്കുന്നു അച്ഛനും അമ്മയ്ക്കും. അതും പറഞ്ഞിട്ട് ഇവരങ്ങനെ അങ്ങ് ഇറങ്ങി പോകുന്നു. ആ സമയത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.